Hello everyone, welcome back to the brand new episode of Talks with Gopika. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്യുന്ന ഒരു യൂസേജാണ്. അതായത് ആരെങ്കിലും നമ്മുടെ അടുത്തൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മളതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട്, സിമ്പിളായിട്ട് മറുപടി പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ് യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളത്. പക്ഷേ ഓൾവേസ് നമ്മുടെ അടുത്ത് ആരെന്ത് ചോദിച്ചാലും യെസ് അല്ലെങ്കിൽ നോ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇന്ന് നമ്മൾ അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾട്ടർനേറ്റ്സ്, കുറച്ച് വാക്കുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്മാർട്ട് വേസ് ടു സേ യെസ് ഓർ നോ. ഓക്കെ, അപ്പോൾ യെസ് എന്നുള്ള ആ ഒരു വേർഡിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വേർഡ്, നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന വേർഡ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി എന്നുള്ളതാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു വേർഡ് നമുക്ക് യെസ് എന്ന് പറയുന്നതിന് പകരം തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അബ്സല്യൂട്ട്ലി എന്ന് പറയുന്നത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഓക്കെ യെസ് നമുക്ക് സമ്മതമാണ് അല്ലെങ്കിൽ യെസ് എന്നുള്ളതിനുള്ള സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു രീതിയാണ് അബ്സല്യൂട്ട്ലി എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ് ദിസ് സ്മെൽ ഗുഡ് എന്ന് ചോദിക്കും. ഇതിന് സ്മെല്ല് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അബ്സല്യൂട്ട്ലി നമ്മൾ യെസ് എന്ന് പറഞ്ഞതിന് പകരം നമുക്ക് എന്ത് പറയാം, അബ്സല്യൂട്ട്ലി എന്ന് പറയാം. അപ്പോൾ യെസ്സിനെക്കാട്ടിലും ഒന്നുകൂടി നല്ല രീതിയിലാണ് നമ്മളതിനെ അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ യെസ് എന്ന് പറയുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റാണ് അബ്സല്യൂട്ട്ലി എന്നുള്ളത്. അടുത്തതായിട്ട് യെസ്സിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓഫ് കോഴ്സ് എന്നുള്ളത്. എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ, ഓഫ് കോഴ്സ്. ഓഫ് കോഴ്സ് എന്നുള്ള ഈ ഒരു വേർഡും നമുക്ക് യെസ് എന്ന് പറയുന്നതിന് പകരമായിട്ട് പറയാൻ സാധിക്കും. ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നുള്ളൊരർത്ഥമാണ് വരുന്നത്. അപ്പോൾ യെസ്സിന് പകരം നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വേർഡാണ് ഓഫ് കോഴ്സ് എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻ ഐ സിറ്റ് ഹിയർ, ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യെസ് എന്ന് പറയും അല്ലേ പൊതുവെ. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് പറയാം, ഓഫ് കോഴ്സ് എന്തായാലും ഇരിക്കാം, ഇരുന്നോളൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. വളരെ പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഓഫ് കോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ ഒന്ന് ചോദിക്കുകയാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻ ഐ കം വിത്ത് യു, എനിക്ക് നിൻ്റെ കൂടെ വരാമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഓഫ് കോഴ്സ് എന്ന് പറയാം അല്ലേ. അപ്പോൾ യെസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ വേർഡാണ് ഓഫ് കോഴ്സ് എന്നുള്ളത്. അടുത്തത് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് ഒരു യെസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ് ഡെഫിനറ്റ്ലി എന്നുള്ളത്. നമ്മളെല്ലാവരും കേട്ടുള്ളൊരു വേർഡാണ് ഡെഫിനറ്റ്ലി എന്നുള്ളത്. അതും നമുക്ക് യെസ് എന്ന് പറയുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിൽ യു കം ടുമോറോ, നീ നാളെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ യെസ്സിന് പകരം നമുക്ക് എന്ത് പറയാം, ഡെഫിനറ്റ്ലി എന്തായാലും വരും, തീർച്ചയായിട്ടും. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പറയുകയാണ് തീർച്ചയായിട്ടും വരും എന്നുള്ളത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിൽ യു ഗോ ടു കോളേജ് ടുമോറോ, നീ നാളെ കോളേജിലേക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഡെഫിനറ്റ്ലി എന്തായാലും പോവും. അവിടെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും എന്നുള്ള രീതിയിൽ യെസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഡെഫിനറ്റ്ലി എന്നുള്ളത്. അടുത്തത് കാഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആൾട്ടർനേറ്റീവാണ് സൗണ്ട്സ് ഗുഡ് എന്ന് പറയുന്നത്. നമ്മളിത് ഒരുപാടൊന്നും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ നമുക്ക് യെസ്സിന് പകരം തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വേർഡാണ് സൗണ്ട്സ് ഗുഡ് എന്നുള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാൽ വി ഗോ ഫോർ എ മൂവി എന്ന് ചോദിക്കാം, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് കാഷ്വലായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് സൗണ്ട്സ് ഗുഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം യെസ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതുപോലെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷാൽ വി ട്രൈ ഇറ്റ്, നമുക്കിതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, സൗണ്ട്സ് ഗുഡ്. സൗണ്ട്സ് ഗുഡ് എന്ന് പറയുമ്പോൾ അതും യെസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് തന്നെയാണ്. അടുത്തതും നമ്മൾ ഒരുപാടൊന്നും യൂസ് ചെയ്യാത്ത ഒരു വേർഡാണ്. യെസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഒരുപാടൊന്നും യൂസ് ചെയ്യാത്ത ഒരു വേർഡാണ് വൈ നോട്ട് എന്നുള്ളത്. വൈ നോട്ട് എന്നുള്ളതും യെസ് പറയുന്നതിന് പകരം നമുക്ക് ആക്ച്വലി യൂസ് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാൽ വി ഗോ ടുഡേ, നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ വൈ നോട്ട്, എന്തുകൊണ്ട് പോയിക്കൂടാ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യെസ് എന്നുള്ളതാണ്. സോ വൈ നോട്ട് എന്നുള്ളതും നമുക്ക് യെസ്സിന് പകരം യൂസ് ചെയ്യാം. അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിൽ യു ഡ്രൈവ് ദ കാർ എന്ന് ചോദിക്കുക. വിൽ യു ഡ്രൈവ് ദ കാർ, നീ കാർ ഓടിക്കുമോ എന്ന് ചോദിക്കുമ്പോഴും നമുക്ക് എന്ത് പറയാം, വൈ നോട്ട്, എന്തുകൊണ്ട് ഓടിച്ചുകൂടാ എന്നുള്ള രീതിയിൽ. സോ യെസ് എന്നുള്ളതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അഞ്ചാമത്തെ ഒരു യൂസേജാണ്, അഞ്ചാമത്തെ ഒരു ആൾട്ടർനേറ്റീവാണ് വൈ നോട്ട് എന്നുള്ളത്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് യെസ് എന്ന് പറയുന്നതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് സ്മാർട്ട് വേയ്സ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നോ, എങ്ങനെ നോ പറയും എന്നുള്ളതാണ്.
ഓക്കെ, ഫസ്റ്റ് യൂസേജ്, നോക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് യൂസേജ് എന്ന് പറയുന്നത് നോട്ട് റിയാലി എന്നുള്ളതാണ്. നോട്ട് റിയാലി. ഓക്കെ, അത് നമ്മളൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു നോ പറയുന്നതാണ് നോട്ട് റിയാലി എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡു യു ലൈക്ക് സ്പൈസി ഫുഡ്? നിങ്ങൾക്ക് സ്പൈസി, എരിവുള്ള ഫുഡ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ നോ എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് എങ്ങനെ പറയാം? നോട്ട് റിയലി, അത്ര ഇഷ്ടമൊന്നുമല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതാണ് നമുക്ക് നോക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് യൂസേജ്, നോട്ട് റിയലി. അടുത്തത് നമ്മൾ വളരെ പൊളൈറ്റായിട്ട് എങ്ങനെ നോ പറയും എന്നുള്ളതാണ്. ഇത് നമ്മൾ കുറേയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഐ ഡോണ്ട് തിങ്ക് സോ എന്ന് പറയും. ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് തോന്നുന്നില്ല എന്നുള്ളൊരു യൂസേജാണ് നമ്മൾ നോക്ക് പകരം അടുത്തതായിട്ട് പഠിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് സോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇസ് ദിസ് യുവർ ബാഗ്? ഇത് നിൻ്റെ ബാഗാണോ? ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് തോന്നുന്നില്ല, അതായത് എൻ്റെതല്ല എന്നുള്ള രീതിയിൽ നോ എന്ന് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റീവാണ് ഐ ഡോണ്ട് തിങ്ക് സോ എന്നുള്ളത്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ആർ ദേ ഫ്രണ്ട്സ് എന്ന് ചോദിക്കാം. അവർ ഫ്രണ്ട്സ് ആണോ എന്നുള്ളത്. അപ്പോഴും നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. സോ നോ എന്ന് പറയുന്നതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്മാർട്ട് വേർഡാണ് ഐ ഡോണ്ട് തിങ്ക് സോ എന്നുള്ളത്. അടുത്തത് വളരെ ഫ്രണ്ട്ലി ആയിട്ട്, വളരെ കാഷ്വലായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ കൂടുതലും മോഡേൺ ആയിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു അടുത്തൊരു യൂസേജാണ് നോപ്പ് എന്ന് പറയുന്നത്. നോക്ക് പകരം നമ്മൾ നോപ്പ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇസ് ദിസ് യുവർ ക്ലാസ്? ഇത് നിൻ്റെ ക്ലാസ് ആണോ? നോപ്പ്. അങ്ങനെ പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നോ എന്ന് പറയുന്ന സെയിം യൂസേജിൽ ഒരു 2 ലെറ്റേഴ്സ് കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, നോപ്പ് എന്നുള്ളത്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് കാഷ്വലായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ നോപ്പ് എന്നുള്ളത് യൂസ് ചെയ്യുക. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇസ് ദിസ് യുവർ മൊബൈൽ? ഇത് നിൻ്റെ ഫോണാണോ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? നോപ്പ് എന്നുള്ളത് പറയാം. സോ ഇതും ഒരു സ്മാർട്ട് യൂസേജാണ് നോക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നത്, നോപ്പ് എന്നുള്ളത്. അടുത്തത്, ഒട്ടും സാധ്യമല്ലാത്ത ഒരു കാര്യം പറയുന്ന സമയത്തും നമ്മൾ നോ എന്ന് പറഞ്ഞിട്ടാണ് പൊതുവെ ആൻസർ ചെയ്യാറുള്ളത്, അല്ലേ? അതിന് പകരമായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു കാര്യത്തിനെ എതിർക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു യൂസേജാണ് നോക്ക് പകരം വരുന്നത് നോ വേ എന്നുള്ളത്. ഇതൊരു അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ എതിർക്കുന്ന രീതിയിലാണ് നോ വേ എന്ന് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡിഡ് യു ഫെയിൽ ദ എക്സാം? നീ ആ പരീക്ഷയ്ക്ക് തോറ്റോ എന്ന് ചോദിക്കുമ്പോൾ അതിന് നമുക്ക് പറയാം നോ വേ, ഒരിക്കലുമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണ്, വിൽ യു കം ടുമോറോ? നീ നാളെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? നോ വേ, ഒരിക്കലും നടക്കില്ല എന്നുള്ളത് നമുക്ക് നോ വേ എന്നുള്ള രീതിയിൽ പറയാം. സോ നോക്ക് പകരം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ ഒരു വേർഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നോ വേ എന്നുള്ളത്. അടുത്തതും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ നോ പറയാൻ പോകുന്നത്. അതാണ് നോട്ട് പോസിബിൾ എന്നുള്ളത്. നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് നോ എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വിൽ യു കംപ്ലീറ്റ് ഇറ്റ് വിതിൻ 1 hour? 1 മണിക്കൂർ കൊണ്ട് നീ ഇത് കംപ്ലീറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും നോട്ട് പോസിബിൾ, ഇല്ല എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്, അല്ലേ? പിന്നെ വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, വിൽ യു റൈറ്റ് ദ എക്സാം ടുമോറോ? നീ നാളെ എക്സാം എഴുതുമോ എന്ന് ചോദിക്കുമ്പോഴും നമുക്ക് എന്ത് പറയാം? നോട്ട് പോസിബിൾ, ഇല്ല, ഒരിക്കലും നടക്കില്ല എന്നുള്ള രീതിയിൽ പറയാം. സോ നോ എന്ന് പറയുന്നതിന് പകരം സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു യൂസേജാണ് നോട്ട് പോസിബിൾ എന്നുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയൊക്കെ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വേസിൽ പറയാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് എനേബിൾ ദ ബെൽ ഐക്കൺ. താങ്ക് യു സോ മച്ച്.